ഹലോ ഗൈസ്, എല്ലാവർക്കും ഇക്സി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യാം ഹണ്ട് 09 എന്ന് പറഞ്ഞ യൂസ്ഡ് ക്യാം ഷോപ്പിലാണ് നിൽക്കുന്നത്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മുണ്ടൂർ കൂട്ടുപാതയിലാണ് കേട്ടോ. കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് മുണ്ടൂർ കൂട്ടുപാതയിൽ ഋതു സ്റ്റുഡിയോൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. നമ്മൾ മുമ്പ് ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്റ്റോക്ക് വന്ന കാരണം വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽക്കം ടു ഷോ മൃദുൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റോക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് ചെക്ക് ചെയ്യാം അല്ലേ? ബേസിക് ആയിട്ട് തന്നെ തുടങ്ങാം. എല്ലാവരും ആദ്യം അമേച്ചർ ടൈപ്പ് ബേസിക് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്യാമറ, ഇതൊക്കെ നോർമൽ ഡിജിറ്റൽ ടൈപ്പ് ക്യാമറയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വീഡിയോസ് അത് നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സൂമിങ് ക്വാളിറ്റി എല്ലാം കിട്ടുന്നില്ലേ, നല്ല അത്യാവശ്യം പവർ സൂമിങ് ക്വാളിറ്റി എല്ലാം കിട്ടും. ഇങ്ങനത്തെ ഞങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നത് 3000 ഉണ്ടാവും. ഏറ്റവും വില കുറവുള്ള വരുന്ന ക്യാമറ ഫസ്റ്റ്. എപ്പോഴും എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടാവും അങ്ങനത്തെ പീസൊക്കെ. പിന്നെ ഇരിക്കുന്നത് ഇതൊക്കെ നോർമൽ സ്റ്റഡി ഷൂട്ട് ക്യാമറകളാണ്. സോണിന്റെ സ്റ്റഡി ഷൂട്ടാണ്. നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ ഡിസ്പ്ലേ എല്ലാം ഫുൾ റെക്കോർഡിംഗ് എല്ലാം ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് 11,000-10,000 രൂപ റേറ്റിലേക്ക് കൊടുക്കാം. അതിൽ തന്നെ സൂമിംഗ് ഒക്കെ വരുന്നത്. അതെ, നമുക്ക് 40x 30x സൂം എല്ലാം ഫുൾ എച്ച് റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഫുൾ കിറ്റഡ് ഒക്കെ ആയിരിക്കും. പിന്നെ വരുന്നത് ഇത് കനോണിന്റെ വൈഫൈ വരുന്ന മോഡലാണ്. സെയിം അതേപോലെ തന്നെ അല്ലേ? പവർ സൂമിംഗ് എല്ലാം വരുന്ന നമുക്ക് പവർ ക്യാമറയാണ്. മാനുവലി അപ്പ് ചെയ്ത ഫ്ലാഷെല്ലാം ഉണ്ടാവും. ചെറിയ ക്യാമറ ഫ്ലാഷ് ഉണ്ട് കേട്ടോ. അതെ അതെ അതെ, വിത്ത് വൈഫൈ സപ്പോർട്ട് വരുന്നത്. വൈഫൈ ഉണ്ടായിരിക്കും. 45x സൂം എല്ലാം ഏറ്റവും ചെറിയ ക്യാമറ നോക്കുന്നവർക്ക് പറ്റിയ എല്ലാം ഉള്ള സാധനം അല്ലേ? അതെ അതെ, ഒരു നല്ല ബാറ്ററി ബാക്കപ്പ് എല്ലാം കിട്ടുന്നതിന്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഇതിന് 10,000 രൂപ റേറ്റ് വരുള്ളൂ. ഇങ്ങനത്തെ മോഡലെല്ലാം 10,000 രൂപയാണ്. ഇത് ലുമിക്സിന്റെ മിറർലെസ് ക്യാമറയാണ്. ലുമിക്സിന്റെ ഇപ്പൊ എല്ലാവരും എടുക്കുന്നുണ്ട്. അതെ അതെ, ലുമിക്സ് നമ്മളെ ഇപ്പത്തെ ട്രെൻഡിങ് മോഡലാണ്. സോണിക്ക് പോലെ ട്രെൻഡിങ് ആണ്. ഫിജി ഫിലിം എല്ലാം പോലെ ട്രെൻഡിങ് ആണ്. ഇത് ഫ്ലിപ്പാണ് കേട്ടോ. ഫ്ലിപ്പും ടച്ചും ആണ്. ടച്ച് സ്ക്രീൻ ആണ്. ഫുൾ എച്ച് റെക്കോർഡിംഗ് വരുന്നത്. അത് നമുക്ക് ഫ്ലാഷ് കൺട്രോളിംഗ് കാര്യങ്ങളുണ്ട്. വീണ്ടും മിറർലെസ്സിൽ ചെറിയ എല്ലാം ഉള്ളതാണ്. അതെ അതെ, വൈഫൈ ഇല്ലേ? വൈഫൈ ഇല്ല ഇതിന്. വൈഫൈ മാത്രമില്ല, വൈഫൈ ഇല്ല. കുറച്ച് മുമ്പത്തെ മോഡലാണ്. ബാക്കിയെല്ലാം ഉണ്ടല്ലേ? ഈ ലെൻസ് പറഞ്ഞാൽ 45-200 ആണ്. 200. അത്യാവശ്യം നല്ല സൂമായി. പുതിയതിന് 50,000 രൂപ വില വരുന്നുണ്ട്. ലെൻസ് മാത്രം ഇപ്പോഴും റെഡിയിലുണ്ട് സാധനം. ലുമിക്സിന്റെ നമുക്ക് ഈ ക്യാമറകൾ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. കിറ്റോടെ 35,000 രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ ബോക്സ് പീസ് ആണ്. ഇതിന്റെ ബോക്സ് എല്ലാം ഉണ്ട്. യൂസർ മാനുവൽ എല്ലാം ഉണ്ട്. ലൈറ്റ് യൂസ്ഡ് പീസാണ്. ഇതൊക്കെ നോർമൽ നമ്മൾ ബേസിക് ക്യാമറ 1200 ടൈപ്പ് ക്യാമറകളാണ്. അതെ അതെ, ഇത് വിത്ത് ലെൻസിൽ നമ്മൾക്ക് 17,000-16,000 ആ റേറ്റ്. എല്ലാം കിറ്റ് ലെൻസ് അടക്കമാണ്. കിറ്റ് ലെൻസ് അടക്കം അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കണം. നമുക്കൊരു സൗകര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. ഇത് സോണിന്റെ H300 ആണ്. അതെ അതെ, ഇതൊക്കെ നമ്മൾ സൂം ടൈപ്പ് ആണ്. 4 പെൻസിൽ ടൈപ്പ് ബാറ്ററി വരും ഇതിലേക്ക്. ആ ടൈപ്പ് ആണല്ലേ ബാറ്ററി? അതെ അതെ, ഇതിന്റെ ബാറ്ററി ഒന്ന് കാണിക്കാം. ഇപ്പൊ എല്ലാവർക്കും അത് അറിയണമെന്നില്ല, ഒന്ന് ജസ്റ്റ് കാണിക്കാം. 4 പെൻസിൽ ടൈപ്പ് ഈ ടൈപ്പ് ആണ് നിങ്ങൾക്ക്. അപ്പൊ കുറെ ബാറ്ററി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടംപോലെ യൂസ് ചെയ്യാം. റീചാർജ് ബാറ്ററി വേണമെങ്കിൽ റീചാർജ് ബാറ്ററി കിട്ടും ചെയ്യും. ഇതിന്റെ ബാറ്ററി ഇരിക്കുന്നുണ്ട്, ബാറ്ററി ചാർജർ ഉണ്ട് ഇതിന്റെ. ശരി, അതെല്ലാം കൂടി കൊടുക്കണം. നമുക്ക് 10,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ 1300 നമുക്ക് ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വൈഫൈ ഉള്ള ക്യാമറ, ഫുൾ എച്ച് റെസൊല്യൂഷൻ വരുന്ന ക്യാമറ. ബേസിക് മോഡൽ ഇപ്പൊ എടുത്ത് പഠിക്കുന്നവർക്ക് ഏറ്റവും അടിപൊളി. അതെ അതെ, നല്ലതായിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 18,000 രൂപയ്ക്ക് ഇത് 6 മാസം വാറണ്ടി. DSLR എല്ലാത്തിനും 6 മാസം വാറണ്ടി കൊടുക്കാൻ പറ്റും. 6 മാസം കൊടുക്കുന്നുണ്ട്. 6 മാസം സർവീസ് വാറണ്ടി എല്ലാത്തിനും കൊടുക്കും. DSLR ക്യാമറകൾക്ക് എല്ലാത്തിനും 6 മാസം കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഷോപ്പിലൊക്കെ 1 മന്ത് ഉള്ളൂ. ഇവിടെ 6 മാസം സർവീസ് വാറണ്ടി കൊടുക്കും. ഇത് 550D ആണ്. കുറച്ച് മുമ്പത്തെ ക്യാമറയാണ്. ഫോട്ടോ ഷാർപ്നെസ്സും വീഡിയോ ക്വാളിറ്റി എല്ലാം കിട്ടുന്ന ക്യാമറയാണ്. കുറച്ച് യൂസ്ഡ് കണ്ടീഷൻ. ഇതൊക്കെ 16,000 രൂപ വിത്ത് കിറ്റ് ലെൻസിൽ. EVC എപ്പോൾ ഉണ്ടെങ്കിലും 16,000 രൂപ ആ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ഷട്ടർ കോണ്ടും കാര്യങ്ങളെല്ലാം കമ്മിയുള്ള 550 ഇരിക്കുന്നുണ്ട്. ഇതിനാകുമ്പോൾ 17,500 രൂപ. 17,500. അതെ, എല്ലാ ക്യാമറകൾക്കും 6 മാസം വാറണ്ടി. ഇത് 700D ആണ്. 700D വിത്ത് ലെൻസ് ഉണ്ടായിരിക്കും എല്ലാത്തിനും. ഇത് ചെറിയ ഡിസ്പ്ലേ ഷെയ്ഡുള്ള പീസാണ്. ഡിസ്പ്ലേക്ക് ഷെയ്ഡ് ഉണ്ടായിരിക്കും. കോർണറിൽ പിങ്ക് കളർ, ബാറ്ററി ഇല്ല നിലയിൽ പിങ്ക് കളർ ഷെയ്ഡ് ഉണ്ടായിരിക്കും. 16,000 രൂപ വിത്ത് കിറ്റ് ലെൻസിൽ കൊടുക്കാം. ഫോട്ടോനും ഔട്ടിനും ഒരു പ്രശ്നം, ഒരു കുഴപ്പമില്ല. ഡിസ്പ്ലേക്ക് ഒരു പിങ്ക് കളർ ഷെയ്ഡ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 4,000 രൂപ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റും. 650D നിങ്ങൾക്ക് ഉണ്ട്. ഇതെല്ലാം കിറ്റ് ലെൻസ് ഉണ്ടായിരിക്കും. എല്ലാം ചേഞ്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് 22,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ടച്ച് സ്ക്രീൻ എല്ലാം വരുന്ന മോഡലാണ്. ഈ 700 തൊട്ട് താഴെ വരുന്ന മോഡലാണ്. ടച്ച് സ്ക്രീൻ എല്ലാം ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ എല്ലാം വരും. 18 MP തന്നെ വരുന്നത്. അത് നമുക്ക് 22,000 രൂപയ്ക്ക് റേറ്റിന് കൊടുക്കാം. 600D ആണ്. 20,000 രൂപയ്ക്ക് ഫ്ലിപ്പ് ഡിസ്പ്ലേ. ടച്ച് വരില്ല എന്നുള്ളൂ. ഫ്ലിപ്പ് ഡിസ്പ്ലേ വരും, ടച്ച് വരില്ല. 18 MP തന്നെയാണ്. വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. വ്ളോഗിംഗ് എല്ലാം ചെയ്യാം നമുക്ക്. വൈഫൈ ഉണ്ടായിരിക്കില്ല. വൈഫൈ ഇല്ല.
ഇത് 650 തന്നെയാണ് വിത്ത് 135mm STM ലെൻസിൽ. കുറച്ചുകൂടി നല്ല പീസാണ് അല്ലേ? അതെ അതെ, നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള പീസാണ്. അധികം യൂസ് ചെയ്തിട്ടില്ല, കമ്മി യൂസ് ചെയ്ത പീസാണ്. ഫുൾ ബോക്സ് പീസാണ്, കണ്ടറിയാം. നല്ല സീരിയൽ നമ്പറൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. വിത്ത് 135 STM ലെൻസോടെ നമുക്ക് 30,000 രൂപയ്ക്ക് കൊടുക്കാം. 30,000? അതെ, STM ലെൻസാണ് 135ന്റെ. അതിലും വാറണ്ടി നല്ലൊരു ഓഫറാണ്. അതെ, ഇത് 1100 10,000 രൂപ റേറ്റ് ഉള്ളൂ. 10,000 രൂപ DSLR ക്യാമറ. 1100. എന്തുകൊണ്ട് റേറ്റ് കമ്മി വെച്ചാൽ 1100 പറഞ്ഞ ഒരു 8-10 വർഷം പഴക്കമുണ്ട് ക്യാമറ ഇറങ്ങിയിട്ട്. അപ്പൊ അതിന് അപേക്ഷിച്ച് ഈ ബോഡി നല്ല അടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനൊക്കെ നമുക്ക് ആ റേറ്റിൽ 10,000 രൂപ കൊടുക്കാം വിത്ത് ലെൻസിൽ. വാറണ്ടി കൊടുക്കാം, 6 മാസം സർവീസ് വാറണ്ടി. പിന്നെ ഇതൊക്കെ 200D Mark II. ബ്ലോഗേഴ്സിന് മെയിൻ ആണ് ഡിമാൻഡ് ഏറ്റവും കൂടുതൽ. അടിപൊളി പീസാണ് വരും. നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ 24 മെഗാപിക്സൽ വരും. വൈഫൈ ബ്ലൂടൂത്ത് ഫെസിലിറ്റി എല്ലാം ലൈറ്റ് യൂസ്ഡ്. വെയിറ്റും ഇല്ല അല്ലേ? മിറർലെസിന്റെ വെയിറ്റ് ഉണ്ട്. അതെ അതെ, പിന്നെ മാനുവലി അപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ആയിരിക്കില്ല, ഫ്ലാഷ് ആയിരിക്കില്ല. അതെ അതെ, ഇത് നമുക്ക് വിത്ത് ലെൻസിൽ 35,000 രൂപയ്ക്ക് കൊടുക്കാം. 35,000 രൂപയ്ക്ക് നല്ല പ്രൈസാണ്. അതെ, പിന്നെ വേൾഡിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ DSLR ക്യാമറ എന്ന് പറയാം കനോണിന്റെ 100D ആണ്. വേൾഡിൽ വെച്ച് ഏറ്റവും ചെറിയ DSLR ക്യാമറ. ടച്ച് സ്ക്രീൻ എല്ലാം നമുക്ക് ഇതിൽ വരും, പക്ഷെ വൈഫൈ ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ. അതെ അതെ അതെ, ചെറിയ ബാറ്ററി തന്നെ പറയാം, LP12 ബാറ്ററി നമുക്ക് ഇതിൽ വരിക. ബാക്കി എല്ലാത്തിനും 200ക്കൊക്കെ LP17 വരും, ഇതിന് LP12 ആണ്. M50ക്ക് യൂസ് ചെയ്യുന്ന സെയിം ബാറ്ററി തന്നെ വരിക. ഇത് 18 മെഗാപിക്സൽ, 24 അല്ല 18 മെഗാപിക്സലാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത വീഡിയോസ് ഫോട്ടോസ് എടുക്കാം. ഷട്ടർ എല്ലാം ഹൈ സ്പീഡ് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് വിത്ത് ലെൻസിൽ 22,000 രൂപ കൊടുക്കാം. 22 നല്ല പീസ് ആട്ടോ, ഫ്രഷ് ആണ്. അതെ, വിത്ത് ലെൻസിൽ STM ലെൻസിൽ 22,000 രൂപ. ചെറിയ വരിക. അതെ അതെ അതെ, പിന്നെ അത് 200D മാർക്ക് പീസാണ്. പിന്നെ അത് ബിഗിനർ ടൈപ്പ് ക്യാമറ 4000D. അതെ, ഏറ്റവും ഓപ്ഷൻസ് ഒക്കെ കമ്മിയുള്ള ഒരു മോഡൽ DSLR ക്യാമറ. എല്ലാ കൺട്രോളിംഗ് ഇതിലാണ് വരുന്നത്. ഓണും അതെ അതെ, ഓണിട്ട് ഓൺ ആവും, ഓഫ് ആക്കി ഓഫ് ആവും. അത്രയുള്ളൂ. മാനുവൽ അപ്പ് ചെയ്ത് വെക്കാൻ ഫ്ലാഷ് വരും. നോർമൽ IS2 ലെൻസ് എല്ലാം വരും. 19,500 രൂപ. ബിഗിനർ ഫ്രണ്ട്ലി ക്യാമറയാണ്. ഓപ്ഷൻസ് ഒന്നും കൂടുതലായിട്ട് ഇല്ല ഇതില്. നോർമൽ 1080 60 ഫ്രഷ് ആയിക്കാണ് ഇത്ര റേറ്റ് വരുന്നത് അല്ലേ? അതെ, നല്ല ക്ലീൻ പീസ്. അതെ അതെ, പിന്നെ 6 മാസം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ യൂസ്ഡ് ഈ ഒരു മാർക്കിംഗ് കുറവായതിനൊക്കെ അനുസരിച്ച് റേറ്റ് കമ്മി പോകും, കാരണം യൂസിങ് കൂടുതലായിരിക്കും. 700D നല്ല നീറ്റ്, അത്യാവശ്യം യൂസ് ചെയ്യാത്ത ക്ലീൻ പീസ് ആണ്. ഇതും വ്ളോഗേഴ്സിന് പറ്റിയാണ്. അതെ, ടച്ച് സ്ക്രീൻ എല്ലാം വരും. സ്ക്രീൻ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, ഡിസ്പ്ലേ ഷെയ്ഡ് ഉണ്ടായിരിക്കില്ല. 18 മെഗാപിക്സലാണ്. ഇതിനൊക്കെ നമുക്ക് 24,000 രൂപയ്ക്ക് ക്ലീൻ പീസ് കൊടുക്കാം. ഈ സൈഡ് റബ്ബറിൽ നമ്മൾ ഇട്ട് കൊടുക്കും. സൈഡ് റബ്ബറും കാര്യങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പീസാണ്. അതെ അതെ, പിന്നെ വേറെ 700 ഇരിക്കുന്നുണ്ട്. പിന്നെ 800D അതിന്റെ അപ്ഡേഷൻ ആണത്. അതെ, 700ന്റെ തൊട്ട് മുകളിൽ വരുന്ന മോഡലാണ്. ഇതൊക്കെ നമുക്ക് ഈ റബ്ബർ ഇളകി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആവശ്യക്കാർ വന്നാൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വിത്ത് STM ലെൻസിൽ 24 മെഗാപിക്സലാണ് വരുന്ന ക്യാമറ. ഷട്ടർ കൗണ്ട് ഒക്കെ നമുക്ക് 8,000 ഫോട്ടോസ് ആയിട്ടുള്ളൂ. ഇത് ഡിസ്പ്ലേ ഷെയ്ഡ് ഒന്നും ഇല്ലല്ലോ? ഡിസ്പ്ലേ ഷെയ്ഡ് ഒന്നും ഇല്ല. ഇതൊക്കെ കോട്ടിങ് വരുന്നത്, ജസ്റ്റ് നമുക്ക് മാറ്റങ്ങളാക്കി തന്നെ പോകും. ഇത് നമുക്കൊരു 36,000 രൂപയ്ക്ക് കൊടുക്കാം. 6 മാസം വാറണ്ടി ഉൾപ്പെടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വരുന്നത് കനോണിന്റെ 850 എന്ന മോഡലാണ്. കനോണിന്റെ 850 ആണ്. 24 മെഗാപിക്സൽ വരുന്നത്. ഷട്ടർ കൗണ്ട് നല്ല പീസാണല്ലോ, ഏറ്റവും അടിപൊളിയായിട്ടോ. ഷട്ടർ കൗണ്ട് ഇതിന് എത്ര 1200 സംതിങ് വരുന്നുള്ളൂ. മെയ്ഡ് ഇൻ ജപ്പാൻ മോഡലാണ്. STM ലെൻസ് ഉൾപ്പെടെ 44,000 രൂപയ്ക്ക് കൊടുക്കാം. ഫ്രഷ് കണ്ടീഷൻ STM ലെൻസ്. അതെ അതെ, ഇത് നമുക്കും ബ്ലോഗിങ്ങിനും അതുപോലെ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാം. കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൂടുതൽ വരുന്നുണ്ട്. കുറച്ച് പ്രീമിയം ക്വാളിറ്റി ക്യാമറയാണ്. പ്രീമിയം ക്വാളിറ്റി ഫ്ലാഷ് ഒക്കെ വരുന്നുണ്ട്. അതെ അതെ അതെ, നല്ല കുറച്ച് ക്വാളിറ്റി കിട്ടുന്ന ക്യാമറ 44,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ കനോണിന്റെ 80D സെമി പ്രൊഫഷണൽ ഡിവൈസ് ആണ്. ഇത് വിത്ത് STM ലെൻസിൽ 18-135mm STM ലെൻസിൽ നമുക്ക് ഇതൊരു 58,000 രൂപയ്ക്ക് കൊടുക്കാം. 80D. അതെ 80D നല്ല പീസാണ്. അത്യാവശ്യം നല്ല നീറ്റ് പീസാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ടച്ച് സ്ക്രീൻ എല്ലാം വരും. ലൈവ് വീഡിയോസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈവ് വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ലൈവായിട്ട് വീഡിയോസ് എല്ലാം ചെയ്യാൻ. അതെ അതെ, ഇതൊക്കെ 58,000 രൂപ വിത്ത് ലെൻസിൽ 6D 60 ആവറേജ് കണ്ടീഷൻ. ആവറേജ് കണ്ടീഷൻ 18,000 രൂപ. ഫുൾ ഫ്രെയിം ക്യാമറ വിത്ത് വൈഫൈ സപ്പോർട്ട്. 60 സ്റ്റാർട്ടിങ് 18. 5D Mark III ആണ്. അടുത്ത് 5D Mark III. അതെ, 5D Mark III നമുക്ക് 28,000 രൂപ. 6 മാസം വാറണ്ടി. നല്ല പീസാണ്, കുഴപ്പമില്ല. അതെ, അത്യാവശ്യം ഇതൊക്കെ മെറ്റൽ ബോഡി വരുന്നത്. ആവറേജ് ആണല്ലേ? മെറ്റൽ ബോഡി, അതുകൊണ്ട് തന്നെ മെറ്റൽ ബോഡി, അതുകൊണ്ട് നമുക്ക് അധികം പേടിക്കാൻ. അതെ, ഷട്ടറൊക്കെ 1.5 ഷട്ടർ ആയിട്ടുണ്ടാവും. 28,000 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക്.
വൈഫൈ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല ഇതില്. ഓ അതിൽ വൈഫൈ ഇല്ല? ഇല്ല ഇല്ല. ഓക്കെ. ഇത് 7070 ഇതിൽ വൈഫൈ ഇല്ലേ? വൈഫൈ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. സെമി പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയുന്ന സെമി പ്രൊഫഷണൽ അല്ല, സോറി 70D ആണ്. 70D. കനോൺ 70D. ഇത് വന്നിട്ട് നമുക്ക് ഷട്ടർ കൗണ്ട് 5000 ഫോട്ടോസ് താഴെ. അത്ര എടുത്തുള്ളൂ? 5000 ഫോട്ടോസ് താഴെ. ക്ലീൻ പീസ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാമല്ലോ. വിത്ത് ലെൻസ്. ഇത് നമുക്ക് 40,000 രൂപയ്ക്ക് വിത്ത് 6 മാസം വാറണ്ടി കൊടുക്കാം. ക്ലീൻ പീസ് വരണം. ഇത് കുറച്ച് യൂസർ കണ്ടീഷനൊക്കെ പറഞ്ഞാൽ 25,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരില്ല. ഇത് 5000 ഷട്ടർ അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് 40 രൂപ റേറ്റ് വരും. അടുത്തിരിക്കുന്നത് 7070 വരുന്നത്. സെമി പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയുന്നത് സെമി പ്രൊഫഷണൽ അല്ല, വൈഫൈ സ്പെക്ക് എല്ലാം ഉണ്ടായിരിക്കും. ലൈറ്റ് 200ന്റെ ഒക്കെ സെയിം വെയിറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അത്ര വെയിറ്റ് ഉള്ളൂ? അതെ അതെ. ഇതൊക്കെ നമുക്കൊരു നല്ല കണ്ടീഷൻ ആട്ടോ. ക്ലീൻ പീസ് ക്യാമറ തന്നെയാണ്. നമുക്ക് വൈഫൈ സപ്പോർട്ട് NFC ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ടച്ച് സ്ക്രീനും എല്ലാം വരുന്നുണ്ട്. ലൈറ്റ് യൂസ് ചെയ്ത പീസ് തന്നെയാണ്. അതേതാണ്? 7070 അതെ. വിത്ത് STM ലെൻസ് ആണ് വരുന്നത്. 18-55 STM ലെൻസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് 1100 ആവറേജ് കണ്ടീഷൻ, ബേസിക് മോഡൽ തന്നെയാണ്. ബേസിക് മോഡൽ. ഇതൊക്കെ ആവറേജ് കണ്ടീഷൻ ആണ്. ഇത് പറഞ്ഞു കുഴപ്പമില്ല, ആവറേജ് കണ്ടീഷനാണ്. കണ്ടീഷൻ നല്ലതാണല്ലേ? കണ്ടീഷൻ നോക്കുമ്പോൾ പക്ഷേ ബോഡി കണ്ടീഷൻ ആവറേജ് ആണ്. ഇത് 8000 രൂപയ്ക്ക് കൊടുക്കുക വിത്ത് ലെൻസിലൊക്കെ. ഓ ഇതപ്പോ DSLR അല്ലേ? DSLR ക്യാമറ. ഇത് വീഡിയോസും ഫോട്ടോസും. വൈഫൈ വരുമോ? വൈഫൈ ഇല്ല. ഇല്ല. അപ്പൊ ഒരു ലോ ബഡ്ജറ്റ് ക്യാമറയാണ്, അടിപൊളിയാണ്. ഇത് കനോൺ 500D വിത്ത് ലെൻസിൽ നമുക്ക് 8500 രൂപയ്ക്ക് കൊടുക്കാം. 8500 രൂപയ്ക്ക് കൊടുക്കും. ഡിസ്പ്ലേക്ക് ചെറിയ ഷെയ്ഡ് ഉണ്ടാവും, ഡിസ്പ്ലേ കിട്ടാനില്ല. പിന്നെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. ഫോട്ടോയിൽ കുഴപ്പമൊന്നും വരില്ല. ഫോട്ടോഗ്രാഫിറ്റി ഇല്ല. നല്ല യൂസ് ചെയ്യും. വീഡിയോസും ഫോട്ടോസും എടുക്കാം. നമുക്ക് ഫുൾ HD ഉള്ള വീഡിയോസും ഫോട്ടോസും എടുക്കാം. 8000 രൂപ നമുക്ക് കൊടുക്കാം. അത് 1 ഇയർ വാറണ്ടി ഉള്ള പീസാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഫീൽ ചെയ്ത് വെച്ചിരിക്കണം. ഇത് 100 ഫ്രഷ് പീസാണ്. 2 മാസം യൂസ് ചെയ്തിട്ടുള്ള 45 ഫോട്ടോസ് എടുത്തുള്ളൂ. 2 മാസം യൂസ് ചെയ്തിട്ടുള്ള 45 ഫോട്ടോസ്. മിറർലെസ് ക്യാമറ, ഏറ്റവും ഫ്രഷ് സാധനം കേട്ടോ. ഫുൾ കിറ്റ് ഇരിക്കുന്നുണ്ട് ഇതില്. ഒരു ചാർജറും ലെൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ 2 മാസം പഴക്കം. വേഗം അപ്പൊ വിളിക്കുക, അല്ലെങ്കിൽ സാധനം കിട്ടില്ല. നമുക്കിത് പ്രൈസും കമ്മിയാണ്. 38,000 രൂപ. 38 38,000 രൂപ കൊടുക്കാം. 2 മാസം പഴക്കം. പ്രൊഫഷണലിലേക്ക് പോയി. അതെ അതെ, പ്രൊഫഷണൽ 7M3 ആവറേജ് കണ്ടീഷനുള്ള സോണിയുടെ ഏറ്റവും ഫാനാക്കി എല്ലാവരും ഫാനാക്കി മാറ്റിയ സെറ്റ്. കണ്ടീഷൻ ആവറേജ് ആണ്. ഇത് കണ്ടീഷൻ ആവറേജ്. ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിൽ എത്ര റേറ്റ് വരും? 48,000 രൂപയ്ക്ക് കൊടുക്കാം. 48-ന് 7M3 വേറെ എവിടെ ഉണ്ടാവില്ല. വർക്കിംഗ് എല്ലാം ഉഷാറാണ്, കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ബോഡി കാണാനുള്ള ആവറേജ് കണ്ടീഷൻ ആയിരിക്കും മാത്രം. റഫ് യൂസ് ചെയ്ത പീസാ. നമ്മൾ റബ്ബർ മാറ്റി നമ്മൾ മാറ്റി കൊടുക്കില്ല? മാറ്റും. പിന്നെ 7S2 ഇരിക്കുന്നുണ്ട്. 4K റെക്കോർഡിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറ. 7S2 വീഡിയോക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാമറ അല്ലേ? അതെ അതെ. 7S2 എന്ന മോഡല്. ഇത് നമുക്ക് 55,000 രൂപയ്ക്ക് ബോഡി കൊടുക്കാം, വാറണ്ടി ഉൾപ്പെടെ. ഇത് ഫ്രഷിന് എന്ത് റേറ്റ് വരും ഏകദേശം? ഇത് 1,00,000 മുകളിൽ ഉണ്ട് അല്ലേ? നല്ല റേറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷനാണ്. പിന്നെ M3 കുറച്ചുകൂടെ റെഡി അല്ലേ? നല്ല ക്ലീൻ പീസ്. നല്ല ക്ലീൻ പീസ് ആണ്. കുറച്ചുകൂടി അല്ല, നല്ല ക്ലീൻ പീസ് ആണ്. ഇതൊക്കെ കൂട്ടുക റബ്ബർ. ഇത് നമുക്ക് ഷട്ടർ കൊണ്ട് 50,000 താഴെ വരുന്നുള്ളൂ. ഇത് 92 കൊടുക്കാം. ഇത് വാറണ്ടി വരുന്നുണ്ട്, ബാലൻസ് വാറണ്ടി വരുന്നുണ്ട്. റിമൈനിങ് ബാലൻസ് ഉണ്ട്. അതെ അതെ, റിമൈനിങ് ഉണ്ട്, വാറണ്ടി ഉണ്ട്. 3-4 മാസത്തെ വാറണ്ടി ബാലൻസ് ഉണ്ട്. 6400 ആണ്. 6400 സോണിയിലെ ഏറ്റവും കോമ്പാറ്റബിൾ, ഏറ്റവും ഡിമാൻഡ്. 4K റെക്കോർഡിംഗ് എല്ലാം കിട്ടണം. നമുക്ക് നല്ല ക്ലീൻ പീസ് ക്യാമറ. 1.5 വർഷം വാറണ്ടി ഉണ്ട്. ബാലൻസ് 1.5 വർഷം വാറണ്ടി ബാലൻസ് ഉണ്ട്. അതെ അതെ. 61,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ബോഡി കേട്ടോ. 7,000 ഷട്ടർ അടിച്ചിട്ടുള്ളൂ. എത്രയാണ്? 61 കൊടുക്കാം. 61 റേറ്റ്. 1.5 വർഷം വാറണ്ടി ഉൾപ്പെടെ. വൈഫൈ സ്പെക്ക് എല്ലാം 1.5 വർഷം വാറണ്ടി ബാലൻസ് ഉണ്ട്. അതെ, അതാണ് ആ റേറ്റിന് ഒരു. പിന്നെ 6,000 സോണിന്റെ. 6,000. അതെ, സോണിന്റെ ഒരു ബേസിക് മോഡൽ ക്യാമറ എന്ന് പറയാം. വ്ളോഗിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ക്യാമറ. 24 MP വരുന്നത് വിത്ത് കിറ്റ് ലെൻസ് ഉൾപ്പെടെ. 27,000 രൂപ മുതൽ. ഇതിന് 27,000 രൂപ. 6,027 സ്റ്റാർട്ടിംഗ്. 27 മുതൽ 29-30 അങ്ങനെ ഇരിക്കുന്നു. കുറെ പീസ് ഉണ്ട് കേട്ടോ. 6,000 തന്നെ കുറെ പീസ് ഉണ്ട് ഏകദേശം. ഫിലിമിന്റെ XT100 അതൊരു വിന്റേജ് ലുക്ക് വരുന്ന ക്യാമറ. 4K റെക്കോർഡിംഗ് വിത്ത് വൈഫൈ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ ഫ്ലിപ്പ് ഡിസ്പ്ലേ, അത് വലിയ ഡിസ്പ്ലേ ആണ് അല്ലേ? ഫ്ലാഷും ഉണ്ട്, ഫ്ലാഷ് കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇത് ഓട്ടോ സ്റ്റെബിലിറ്റി ഉള്ള ലെൻസ് ആണ്, പവർ ലെൻസ് ആണ്. ഫിലിമിന്റെ ഫാൻസ് കുറെ പേരുണ്ട്, അവര് എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കിയോളൂ. വ്ളോഗിംഗ് ചെയ്യാൻ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ എല്ലാം കിട്ടുന്നില്ല. അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. വരുന്ന പ്രൈസ് 30,000 രൂപ മാത്രം. 30,000 ഓൺലി. അതെ, 6 മാസം സർവീസ്. നല്ല പീസാണ്, ഒരു ഡാമേജും ഇല്ല. അതെ, ക്ലീൻ പീസ്.
നമുക്ക് പിന്നെ ലൈവ് ചാർജ് ചെയ്യാൻ പറ്റും. മൊബൈൽ ചാർജർ വെച്ച് അങ്ങനെ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പോർട്ടാണ്. അതെ. ഓക്കെ. ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ക്യാമറ എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെ ഇത് 1 വർഷവും 7 മാസം വാറണ്ടിയുള്ള പീസാണ്. M50 കനോണിന്റെ M50 Mark II. നല്ല പീസ്. അതെ. ഷട്ടർ 2000 ഫോട്ടോസ് താഴെ. M50 Mark II വിത്ത് ഫുൾ ബോക്സ് പീസാണ്. 44,000 രൂപയ്ക്ക് കൊടുക്കാം. 44. ഭയങ്കര കണ്ടീഷൻ ആട്ടോ. സൂപ്പർ ആണ് കേട്ടോ. അതെ. 2000 ഫോട്ടോസ് താഴെ മാത്രം. 1 വർഷം ബാക്കി ബാലൻസ് ഉണ്ട് വാറണ്ടി. കിറ്റ് ലെൻസ് ഉൾപ്പെടെ നമുക്ക് ബോക്സ് പീസ് ആണത്. ബോക്സ് പീസ്. ഓക്കെ. പിന്നെ എന്തൊക്കെ 5200 നിക്കോണിന്റെ ഇതിലേക്ക് പോകണമെങ്കിൽ 5.2 ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ. ഇത് നമുക്ക് 17,000 രൂപയ്ക്ക് കൊടുക്കാം. 17. കണ്ടീഷൻ നോക്കുമ്പോൾ കണ്ടീഷൻ ആവറേജ് പക്ഷെ നല്ലതാണ് കേട്ടോ. വേറെ ക്വാളിറ്റി വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. വർക്കിംഗ് ഒന്നും പ്രശ്നമില്ല. വർക്കിംഗ് പ്രശ്നമില്ല. കുറച്ച് മുമ്പത്തെ മോഡൽ ക്യാമറയാണ്. 17,000 രൂപയ്ക്ക് കൊടുക്കാം. ഫ്ലിപ്പ് ഡിസ്പ്ലേ ഒക്കെ നോക്കുന്ന ആൾക്ക് ലോ ബഡ്ജറ്റിൽ കൊടുക്കാം. പിന്നെ 5300 നിക്കോണിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 24 MB ഉള്ള ക്യാമറ, ഫ്ലിപ്പ് ഡിസ്പ്ലേ, വൈഫൈ ഒക്കെ വരും. വൈഫൈയും ബ്ലൂടൂത്ത് എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് 24,000 രൂപയ്ക്ക് കൊടുക്കാം. 24 വൈഫൈ ഉള്ള നിക്കോണിന്റെ സ്റ്റാർട്ടിങ് 24. പുതിയ മോഡൽ ലെൻസ് ആണ് വരുന്നത്. പിന്നെ നിക്കോണിന്റെ 5600 ടച്ച് വരുന്നത് അതേ സെയിമില് ടച്ചും കൂടെ ആഡ് ആവുന്നത്. ഫ്ലിപ്പ് ക്യാമറ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എല്ലാം കൂടുതലുണ്ടാവും. VR ലെൻസ് എല്ലാം ഉൾപ്പെടെ. ഷട്ടർ കൊണ്ടൊക്കെ 12,000 ഫോട്ടോസ് താഴെ. നല്ല പീസ് ഉണ്ട്. അതെ. ഇത് നമുക്ക് ഒരു 36,000 രൂപയ്ക്ക് കൊടുക്കാം. വിത്ത് 36. ഡിജി മാവിക് മിനി ഡ്രോൺ ഉണ്ട്. ഡ്രോൺ ഇരിക്കുന്നുണ്ട്. നല്ല ക്ലീൻ ഡ്രോൺ ആണ്. 7-8 സൈക്കിൾ ആയിട്ടുള്ളൂ. സ്ക്രാച്ച് പോലും ഇല്ല. 7-8 സൈക്കിളൊക്കെ ആയിട്ടുള്ളൂ. ബാറ്ററി സൈക്കിൾ പറയണത്. അപ്പോൾ ഇതിന് നമുക്ക് 33,000 രൂപയ്ക്ക് കൊടുക്കാം. 33 ഈ സാധനം നമുക്ക് കൊടുക്കാം. വിത്ത് ഡ്രോൺ. ഇതിന്റെ റിമോട്ട് എല്ലാം കിട്ടും. ഇത് പിന്നെ പുതിയ ഇപ്പോഴത്തെ ജനറേഷൻ സാധനമാണ്. മാവിക് മിനി 2 SC എന്ന മോഡലാണ്. വാറണ്ടി ഉള്ള പീസാണ്. 6 മാസം പഴക്കേ ആയിട്ടുള്ളൂ. 6 മാസം കൂടി വാറണ്ടി ഉണ്ട്. ബാറ്ററി എല്ലാം കിട്ടും. 4K റെക്കോർഡിംഗ് 4K 2.7 വരെ കിട്ടണം. ഇൻസ്റ്റയിലൊക്കെ ഡ്രോൺ യൂസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് എടുക്കുന്നവർക്ക് അടിപൊളിയാണ്. നമുക്ക് പേഴ്സണൽ ഫോട്ടോഗ്രാഫിയും പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാം. അതിന് മാവിക് മിനി 2 SC ആണ്. മിനി 2 SC. ഇതിന്റെ റിമോട്ട് എല്ലാം കിട്ടും. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് 42,000 രൂപയ്ക്ക് കൊടുക്കാം. 42. അപ്പോൾ ഇതിന് അറൗണ്ട് 68,000 രൂപ. വാറണ്ടി ഉൾപ്പെടെ നമുക്ക് വാറണ്ടി ഉണ്ടല്ലേ. വാറണ്ടി ഉൾപ്പെടെ 700D നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മോഡൽ തന്നെയാണ്. അതെ. 1500. ഇത് 1 വർഷത്തെ വാറണ്ടി ബാലൻസ് ഉള്ള പീസാണ്. 26,000 രൂപ കൊടുക്കാം. 24 MB വൈഫൈ സപ്പോർട്ടോടെ വരുന്ന ക്യാമറ. ഫ്രെയിം പെർ സെക്കൻഡ് എല്ലാം കൂടുതലുള്ള ക്യാമറയാണ്. ഇത് നമുക്ക് 26,000 രൂപയ്ക്ക് കൊടുക്കാം. 1500 5 പീസ് 9 പീസ് അത് തന്നെ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് ബിഗിനേഴ്സ് നമുക്ക് ഓടിപ്പാഞ്ഞു വന്നോളി. 23,000 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പ്രൈസ്. 1500. 23 മുതൽ സ്റ്റാർട്ടിങ്. 23 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ഇത് വാറണ്ടി കൂടെ 6 മാസം. ഇതില് വൈഫൈ വരണ്ട. വൈഫൈ ഉണ്ട്. 24 MB വരുന്നത്. അതുപോലെ NFC ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഒന്നും നോക്കാല്ലേ ബിഗിനേഴ്സിന് തന്നെ അടിപൊളി NFC ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ക്യാമറ, ക്വാളിറ്റി ഉള്ള ക്യാമറ. ഇപ്പൊ ഇതിന് നല്ല എൻക്വയറി ഉണ്ട്. നമ്മുടെ ഈ മോഡൽ കൂടുതൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് നിക്കോണിന്റെ 3300. അതെ. 24 MB വരുന്ന ക്യാമറ. വൈഫൈ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. നമുക്ക് ഫിക്സഡ് ഡിസ്പ്ലേ ആയിരിക്കും. കുറച്ച് ലോ പ്രൈസിൽ ഇതൊക്കെ നമുക്ക് ഒരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. വാറണ്ടി ഉൾപ്പെടെ. വാറണ്ടി ഉണ്ട്. വാറണ്ടി. ഇത് 3400 തൊട്ട് മുമ്പിൽ മോഡൽ. ഇതാകുമ്പോൾ 22,000 രൂപ റേറ്റിൽ കൊടുക്കാം. 22. അതെ. 3500 ലേറ്റസ്റ്റ് 3 സീരീസിൽ സീരീസിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് LED ഡിസ്പ്ലേ എല്ലാം വരുന്ന മോഡൽ. വിത്ത് വൈഫൈ സപ്പോർട്ടും ബ്ലൂടൂത്ത് എല്ലാം കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. NFC ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. 24 MB വരുന്നത് 24,500 കൊടുക്കാം. 24,500. അതെ. D90 വെറും 16,000 ഷട്ടർ അടിച്ച ക്യാമറ. D90 ഇത് പ്രൊഫഷണൽ അത്. പ്രൊഫഷണൽ ആയിട്ട് ആദ്യം യൂസ് ചെയ്യുന്നു. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയാം, എന്നാ പറയാൻ പറ്റൂല. പക്ഷെ നല്ല വലിപ്പം കേട്ടോ. അതെ അതെ. പണ്ടത്തെ ഫോട്ടോസും യൂസ് ചെയ്യേണ്ടതാണ്. 105 mm ലെൻസിൽ ക്ലീൻ പീസ് 16,000 ഷട്ടർ മാത്രം. ഫുൾ ബോക്സ് പീസ് ആണല്ലേ. അതെ. 30,000 രൂപയ്ക്ക് കൊടുക്കാം. നോർമലി 4,00,000-5,00,000 ഷട്ടർ അടിച്ച ബോഡിക്ക് 12,000 രൂപ കിട്ടും. 16,000 ഷട്ടർ അടിച്ചുകൊണ്ട് നമുക്ക് 30,000. അതുകൊണ്ടാണ് 30,000. 30,000 രൂപ. ക്ലീൻ പീസ് നോക്കുന്നവർക്ക് എടുക്കാം. ക്ലീൻ പീസ് നല്ല അടിപൊളി ക്യാമറ. 5-8 ലക്ഷം അടിച്ചാലും കംപ്ലൈന്റ് വരാത്ത ക്യാമറയാണ്. സോണി 5.8. സോണി ആൽഫ 5.8 എമൗണ്ട് ആണ്. ഈ മോഡലിൽ സോണിയുടെ DSLR ആണല്ലേ. DSLR. നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ എല്ലാം ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. 55-200 mm ലെൻസ്, സൂം ലെൻസ് എല്ലാം കിട്ടും. ബോഡി കണ്ടീഷൻ
നോക്കുമ്പോൾ ആവറേജ് ആണ് 18,000 രൂപയ്ക്ക് വിത്ത് ഈ ലെൻസിൽ കൊടുക്കാം. സൂം ലെൻസിൽ 18,000 രൂപ. നിക്കോണിന്റെ 7200 7200 വൈൽഡ് ലൈഫുകാർക്ക് ഏറ്റവും അടിപൊളി സാധനം അല്ലേ? തമിഴ്നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പീസാണ്. ഓക്കെ, ഇതിന്റെ വലിയൊരു ലെൻസും കൂടെ ഇട്ടാൽ പൊളിച്ചു. അതെ അതെ, ഇത് നമുക്ക് വിത്ത് ഈ ലെൻസിൽ നമുക്കൊരു 44,000 രൂപയ്ക്ക് കൊടുക്കണം. 44. ഷട്ടർ അക്കൗണ്ട് 20,000 ഫോട്ടോസ് താഴെ 20,000 ഉള്ളൂ. 20,000 ഷട്ടറിൽ താഴെ. അപ്പോൾ അതാണ് ആ റേറ്റ് വരുന്നത്. കണ്ടീഷൻ ആട്ടോ, കണ്ടീഷൻ ആണ്. ഫുൾ ആക്സറീസിൽ. പിന്നെ നമുക്ക് ലെൻസുകൾ ലെൻസ് ഉണ്ട്. ലെൻസിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ലെൻസിലൊക്കെ നിക്കോണിന്റെ ലെൻസുകളാണ്. നിക്കോണിന്റെ ഉണ്ട് 55,200 5,500 രൂപയ്ക്ക് കൊടുക്കും. 5,500 സ്റ്റാർട്ടിങ്. 55,200 കേട്ടോ. നിക്കോൺ ഒന്നാമത് ചീപ്പാണ് റേറ്റ്. ഇതൊക്കെ യൂസ് ചെയ്യാത്ത പീസുകൾ 300 ആണല്ലേ? ഒരു വട്ടം പോലും യൂസ് ചെയ്യാത്ത 300. അതെ, ഒരു വട്ടം പോലും യൂസ് ചെയ്യാതെ 7300 10,500 രൂപയ്ക്ക് കൊടുക്കാം. 3 മാസം വാറണ്ടി ഉണ്ടാവും ലെൻസുകൾക്ക് എല്ലാത്തിനും 3 മാസം വാറണ്ടിയാണ്. 3 മാസം സർവീസ് വാറണ്ടി കൊടുക്കാം. കെനോണിന്റെ 18-200 mm അധികം ആയിരത്തും കാണാത്ത ലെൻസാണ്. ഇമേജ് സ്റ്റെബിലിറ്റി എല്ലാം ഉള്ള ലെൻസാണ്. 18-200 mm. ഇത് നമുക്ക് 9,000 രൂപയ്ക്ക് കൊടുക്കാം. റേറ്റ് ഉണ്ട് ലെൻസ്. നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. അതെ അതെ. പിന്നെ ഇതൊക്കെ കെനോൺ മൗണ്ട് സിഗ്മയുടെ 35mm. അതെ, 35mm 1.4 ആണ്. നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫിക്കും പോർട്രേറ്റിനില്ലാത്ത വൈഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫിഷ് ഐ ലെൻസ് ആണ് വരുന്നത്. ഫംഗസ് ഒന്നും ഉണ്ടാവില്ല. പുതിയതിന് 68,000 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ യൂസറിൽ 30,000 രൂപയ്ക്ക് കൊടുക്കാം. 2 യൂസ് ഇരിക്കുന്നുണ്ട്. പിന്നെ കെനോൺ മൗണ്ട് ടൊക്കിന കമ്പനിയുടെ 11 ടൊക്കിന ബ്രാൻഡാണ്. 11-16 വൈഡാണ്. ഇത് 7,000 രൂപ റേറ്റ് ഉള്ളൂ. 11-16 വൈഡ് ഏറ്റവും കൂടുതലുള്ള വിഷയമാണ്. 11-16 mm ടൊക്കിന ബ്രാൻഡാണ്. 4 കെനോൺ മൗണ്ട് 2 പീസ് ഇരിക്കുന്നുണ്ട്. 7,000 രൂപയ്ക്ക് കൊടുക്കാം. 2 പീസ് ഉണ്ട്. 7,000 രൂപയ്ക്ക്. പിന്നെ ഇത് വരുന്നത് 50 mm ആണ്. സാമിയങ് കമ്പനിയാണ്. 1.8 നല്ല ലെൻസ് ആട്ടത് യൂസ് ചെയ്തിട്ടുണ്ട്. ക്രീം പീസ് അത് യൂസ് ഒന്നുമില്ല. നീറ്റ് 5,500 രൂപയ്ക്ക് കൊടുക്കാം. 5,500 അടിപൊളി സാധനം. പീസ്. ആ സോണിയുടെ 6000 ഒക്കെ പറ്റിയതല്ലേ? 55-210 55-210 mm ലെൻസ് സൂം ലെൻസ് ആണ്. 11,000 രൂപ കൊടുക്കാം. വാറണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ ഫ്രഷ് സാധനമാണ്. നിക്കോണിന്റെ ഒക്കെ 50 mm ലെൻസ് ഒക്കെയാണ്. നിക്കോണിന്റെ 50 mm ലെൻസുകൾ ഇത് 35 ആണ്. അത് 50 ഇരിക്കുന്നുണ്ട്. 35-നും 50-നും സെയിം റേറ്റ് ആണ്. 8,500 DX മൗണ്ട് 35 50 സെയിം റേറ്റ്. അതെ, നമുക്ക് സെഡ് മൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യാൻ പറ്റും. സെഡ് മൗണ്ടിലേക്കല്ല അഡാപ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കൂടെ 7300 mm 75-300 7300 mm ഇത് 4 കെനോൺ മൗണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി നമുക്ക് ചെയ്യാൻ പറ്റും. മാക്രോ നമുക്ക് മോഡ് ഉണ്ടോ? മാക്രോ മോഡ് നമുക്ക് എടുക്കാം. ഒരു നോർമൽ സൂം ഇട്ടിട്ട് മാക്രോ മോഡ് സെപ്പറേറ്റ് ലെൻസ് മേടിക്കേണ്ട കാര്യമില്ല. ലെൻസ് കൊണ്ട് തന്നെ കാര്യമാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് ഇതിന് വരുന്ന 70 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ നോർമൽ ക്രോപ്പ് സെൻസർ ക്യാമറകളൊക്കെ യൂസ് ചെയ്യാം. 6,500 രൂപ റേറ്റ് ബോക്സ് പീസ്. 4 നിക്കോണിന്റെ ഉണ്ട്. ടാമറോണിന്റെ തന്നെ നിക്കോൺ മൗണ്ട് ഉണ്ട്. അതേ സെയിം സാധനം മാക്രോ എല്ലാം ഉള്ളത്. ഇതിന് 6,500 രൂപ റേറ്റേ ഉള്ളൂ. പിന്നെ വരുന്നത് 40 mm വൈഡ് ലെൻസ് STM ആണ്. 2.8 അപ്പേച്ചർ കിട്ടുന്ന ലെൻസ്. ഇത് നമുക്ക് 7,000 രൂപ കൊടുക്കാം. STM ലെൻസ് 2.8 അപ്പേച്ചർ ഉള്ള 40 mm വൈഡ് ലെൻസ്. ഇത് പിന്നെ M50 കിറ്റാണ്. ഫ്രഷ് സാധനം. അത് വാറണ്ടി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. 4,500 രൂപ. 4,500. അതെ. സോണി 50 mm 1.8 14,500 രൂപ. അത് എത്ര വാറണ്ടി ഉണ്ടായിരുന്നു? അത് വാറണ്ടി സോപ്പ് വാറണ്ടി 3 മാസം കിട്ടും. 75-300 ആണ് കെനോണിന്റെ. 10,500 രൂപയ്ക്ക് കൊടുക്കാം. 75-300 സൂം ലെൻസ് നോക്കുന്നവർക്ക് കെനോൺ കമ്പനി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റും. 75-300 ഫ്രഷ് സാധനം. 50 mm 1.4 അപ്പേച്ചറുള്ള ലെൻസ് 15,000 രൂപ. കെനോണിന്റെ 50 mm. കെനോൺ തന്നെ ഇത് 50 mm. കുറേ പീസ് ഉണ്ട്. അതെ, 1.8 ആണ് എല്ലാം. 1.8 അപ്പേച്ചർ. STM ലെൻസ് നമുക്ക് 7,200 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് 3 മാസം സർവീസ് വാറണ്ടി കിടക്കും. ഇതൊക്കെ പിന്നെ 55-250 mm ആണ്. 55-250 എല്ലാം സെയിം പീസാണ്. STM ഉണ്ട്. നോൺ STM ഇരിക്കുന്നുണ്ട്. നോൺ STM ആകുമ്പോൾ നമുക്ക് വരുന്ന റേറ്റ് 7,500 രൂപയും STM ആകുമ്പോൾ നമുക്ക് 9,500 രൂപ റേറ്റ് ആണ് വരുന്നത്. സർവീസ് വാറണ്ടി ഉൾപ്പെടെ ഉണ്ടല്ലോ. ഒരു ലെൻസ് പരിചയപ്പെടുത്താൻ പറഞ്ഞു. 135 STM ലെൻസ് 18-135 ഫംഗ്ഷൻ ലെൻസ് ആണ്. അടിപൊളിയാണ്. ഇത് നമുക്ക് വൈഡ് കൊടുക്കാം, സൂം കൊടുക്കാം. ഇപ്പൊ 70-80 നമുക്ക് യൂസ് ചെയ്യാൻ കിറ്റ് ലെൻസ് ആയിട്ട് 10,000 രൂപയ്ക്ക് കൊടുക്കാം STM ലെൻസ്.
വാറണ്ടി ഉൾപ്പെടെ 85 ഇരിക്കുന്നുണ്ട് കനോണില്. 11,000 രൂപ. 85 കേട്ടോ. പോർട്രേറ്റ് നോക്കണവർക്ക് എത്രയാണ് വരുന്നത് റേറ്റ്? 11,000 രൂപ. 11,000. കാനോണിന്റെ 85 11,000. 4K GPS, വൈഫൈ, ബ്ലൂടൂത്ത്, ഓട്ടോ ട്രാക്കിംഗ്, വാട്ടർ പ്രൂഫ്, ഡസ്റ്റ് പ്രൂഫ്, ഷോക്ക് പ്രൂഫ് എല്ലാം വരുന്നുണ്ട്. ഈ ഒരു ചെറിയൊരു ക്യാമറ ഇത് നിലത്തിട്ടാലും കംപ്ലൈന്റ് വരില്ല, കാരണം ബോഡി അങ്ങനത്തെ ബോഡിന് വരുന്നത് ഒളിമ്പസ് അല്ലേ? ഒളിമ്പസ് ബ്രാൻഡാണ്. ഡിജെന്റെ ഓസ്മോ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ആൻഡ്രോയിഡും ആപ്പിളിന്റെയും നല്ല ഫ്രഷ് ആണല്ലോ കണ്ടീഷൻ അല്ലേ? ഒരു വട്ടം യൂസ് ചെയ്തുള്ളൂ. എന്ത് റേറ്റ് വരുന്നത്? ഇത് 13 രൂപ. 13. ഓക്കെ. ഒറ്റ വട്ടം യൂസ് ചെയ്തില്ല. ന്യായമായിട്ടുള്ള പ്രൈസാണ്. ഒറ്റ വട്ടം യൂസ് ചെയ്തുള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല കണ്ടീഷൻ കേട്ടോ. ഒരു അടിപൊളി ഡ്രോൺ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ DJI ബ്രാൻഡിനെക്കാട്ടിയും വില കുറവുള്ള പക്ഷെ അതിനെക്കാട്ടിയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡ്രോണാണ് കേട്ടോ. ഇതാ iZEI എന്ന ബ്രാൻഡാണ്. അതിൽ നിങ്ങൾ ഫീച്ചേഴ്സ് കണ്ടാൽ തന്നെ 70 മിനിറ്റ് ആണ് അതിൻ്റെ ഫ്ലൈയിങ് ടൈം പറഞ്ഞേക്കണം. 3/6 സ്റ്റെബിലൈസേഷൻ ഉണ്ട് ക്യാമറയ്ക്ക്. അതുപോലെ 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് 20 MP ആണ് കേട്ടോ. നമ്മുടെ DJIൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 12 MP വരുന്നുള്ളൂ, പക്ഷേ ഇത് 20 MP ഉണ്ട്. പിന്നെ 10 ഫ്ലൈയിങ് മോഡ്, ഇത്രയും ഫീച്ചേഴ്സ് 4K 30 FPS ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ആ ഡ്രോൺ ഒന്ന് കാണാം. മോഡ്സ് നോർമൽ, ഹെലിക്സ്, കമന്റ് കാണാം. സർക്കിൾ നമ്മൾ സാധാരണ ഒരു 3 മോഡൊക്കെ DJIയിലൊക്കെ വരുള്ളൂ. ഇതിൽ ഒരുപാട് പിന്നെ മോഡ്സുകൾ, ഫ്ലൈയിങ് മോഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ടോപ്പ് സ്പീഡ് വരുന്ന സ്പോർട്ട് മോഡിൽ നമുക്ക് വരുന്നത് 62 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. 62 കിലോമീറ്റർ സ്പീഡ്. അതെ, 62 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. അതിന്റെ റിമോട്ട് കൺട്രോളിംഗ് കിറ്റ് ആണ്. ഇത് ഫ്രഷ് പീസ്. അത് ഇത് 4 മാസം പഴക്കേ ഉള്ളൂ. 4 മാസം പഴക്കം. ബിഗിനർ യൂസ് ചെയ്താണ്. 4 മാസം പഴക്കം. ഓക്കെ. ബാക്കി വാറണ്ടി ഉണ്ട് സൈറ്റില്. ബാക്കി ബാലൻസ് വാറണ്ടി ഉണ്ട്. ഡിസൈൻ കാണിച്ചു തരാം. ഒരു അട്രാക്റ്റീവ് കളറാണ്, ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ഡ്രോൺ വരുന്നത്. അത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ ഡ്രോൺ. അതെ, ബാറ്ററി ഒക്കെ നല്ല, അതാണ് ഇത്രയും ഫ്ലൈയിങ് അവർ കിട്ടണത്. നല്ല വലിപ്പമുള്ള ഡ്രോൺ. കണ്ട ഒരു മോൺസ്റ്റർ ലുക്ക്. ലൈറ്റ് വരുന്നുണ്ട് അതിന്. ലൈറ്റ് വരുന്നുണ്ട്, നോർമൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്യാമറ പറയുമ്പോൾ വലിയ ക്യാമറ വരുന്നത് നമ്മുടെ ഡിജൈനെക്കാട്ടിലും നല്ല ക്യാമറ വരുന്നുണ്ട്. ക്യാമറ ഓസ്മോനൊക്കെ വരുന്ന ക്യാമറ, അങ്ങനത്തെ ക്യാമറ വരുന്നത്. ഡുവൽ ബാറ്ററി വരുന്നുണ്ട് ഇതിന്. ഡുവൽ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ബാറ്ററി പാക്ക് കാണിച്ചു തരാം. വലിയ ബാറ്ററി, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നിൽക്കും, പാക്കപ്പ് കിട്ടും. ഇതാണ് ബാറ്ററി വരുന്നത്. ഓക്കെ, അതാണ് വലിയ ബാറ്ററി. അതെ അതെ, വലിയ ബാറ്ററി കേട്ടോ. അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും. ഇതിപ്പോ ഒരു ഇതാണ് കോംബോ ആണ് ബാറ്ററി വരുന്നത്. കോംബോ ആണ് കേട്ടോ. 3 ബാറ്ററിയാ? 2 ബാറ്ററി ഉള്ള കോംബോ. കമ്പനിയാണ്. ഇത് റേറ്റ് വരുന്നത് ഡ്രോണിന്? ഈ ഡ്രോണിന് റേറ്റ് നമുക്കൊരു 30,000 രൂപയ്ക്ക് കൊടുക്കാം. 30 ആണ് കേട്ടോ. എത്രയും ഫീച്ചേഴ്സ് ഉള്ള ഡ്രോണ് 30 ആണ്. ഇത് ഫ്രഷ് വരുന്നത്? ഫ്രഷ് നമുക്ക് നല്ല റേറ്റ് ഉണ്ട്. ഫ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70,000. ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോണിലുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോൺ പർച്ചേസ് ചെയ്ത പീസാണ്. 70,000 രൂപ. കാരണം അത് അത്ര ആൾക്കാർക്ക് പരിചയമില്ലാത്ത കാരണം മാത്രം ഈ റേറ്റ് 30,000 രൂപയ്ക്ക് കൊടുക്കാം. വിത്ത് മെമ്മറി കാർഡ് ഉണ്ട് ഇതിന്. മെമ്മറി കാർഡ് ഉൾപ്പെടെ ചെറിയ കാർഡ് സ്ലോട്ടാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. 3000 രൂപയുടെ ഡ്രോൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യിപ്പിക്കാൻ പോകട്ടോ. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ പ്ലഗ് ചെയ്യുന്നത്. നല്ല സ്പീഡാണ് കേട്ടത്. പ്രസ് ചെയ്ത് പിടിക്കണം. ഒറ്റ തവണ ആക്കി. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഒരുപാട് മോഡ്സ് ഉള്ള റിമോട്ട്. ഫ്ലൈയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കുട്ടികൾ കണ്ട പോലെ. അതെ, നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റും. ഇത് ടേക്ക് ഓഫും ലാൻഡിങ്, പിന്നെ ഇത് ഹോം പോയിന്റ് അപ്ഡേറ്റ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ലെഫ്റ്റിക്ക് പോകണം, പിന്നെ സ്റ്റെബിലിറ്റി ഇല്ല. ലെഫ്റ്റിക്ക് പോയി പിന്നെ റൈറ്റിക്ക് തിരിച്ചു വിടുക, മുകളിലേക്ക് പോയി താഴേക്ക് വിടുക. എന്നാൽ ഈ ഒരു വിലക്ക് ഇത് ഒരുപാട് ഫീച്ചർ ഉണ്ട് കേട്ടോ ഇതില്. ഇത് നോക്ക്, ഇതിപ്പോ വെള്ള കളർ, ഇനിയിപ്പോ നിനക്ക് പച്ച കളർ ഇവിടെ ഉണ്ട്, അവിടെ ഓറഞ്ച് കളർ, അതുപോലെ പല പല കളറിലുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഓറഞ്ച് നോക്കിയായിരുന്നു. നമ്മുടെ ഒരു GoPro ഉണ്ട് 9, യൂസ് ചെയ്യാത്ത പീസ്, വാറണ്ടി പീസ്. റേറ്റ് വരുന്നത് 20 ആണ് കേട്ടോ. യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മുടെ GoProന്റെ സെയിം ഫീച്ചർ വരുന്ന വേറൊരു ക്യാമറ ആണ്, iZEI എന്ന് പറഞ്ഞ 5K ആണ് വരുന്നത്. വൈഫൈ സപ്പോർട്ട് ഉണ്ടായിരിക്കും. യൂസ് ചെയ്യാത്ത പീസാണ്. നിറയെ ഫീച്ചേഴ്സ് എല്ലാം, ഫുൾ ആക്സറീസ് എല്ലാം ഉണ്ട്. കിറ്റ് ഫുൾ ഉണ്ട്. ഫുൾ കിറ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തില്ല പീസ്.
ഫുൾ സെറ്റ് ഇരിക്കുന്നുണ്ട്. ഒരു തവണ പോലും യൂസ് ചെയ്യാത്ത പീസാണ്. ഫുൾ സെറ്റോടെ നമുക്ക് 5500 രൂപയ്ക്ക് കൊടുക്കാം, ഇൻക്ലൂഡിങ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് അടക്കം. അതെ 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 5500 രൂപയ്ക്ക് നമുക്ക് 5500 പ്രൈസ്. അതെ ഫുൾ ബോക്സ് പീസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. എത്രയും പെട്ടെന്ന് ക്യാമറയൊക്കെ വാങ്ങേണ്ടവർ വന്ന് വാങ്ങുക, അല്ലെങ്കിൽ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പോൾ വീണ്ടും കാണാം. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.